കൊല്ലം ചാമക്കടയിൽ വ്യാപാര സ്ഥാപനത്തിലെ കവർച്ചയുടെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. മുഖംമൂടി ധരിച്ചെത്തിയ മോഷ്ടാക്കൾ ലോക്കർ തുറക്കുന്നത് ദൃശ്യങ്ങളിൽ 23 ലക്ഷമാണ് രണ്ടംഗ സംഘം മോഷ്ടിച്ചത്. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. ഷമീർ അബ്ദുള്ളാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഷമീർ, എന്തായാലും കൃത്യമായിട്ടുള്ള ഒരു മോഷണം എന്നുള്ളതാണ്, വിദഗ്ധമായിട്ടുള്ള മോഷണം. അതിൽ ഇത്രയധികം പണവും കവർന്നിരിക്കുന്നു. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് തുടർ അന്വേഷണം, നടപടികളൊക്കെ ഏത് രീതിയിലാണ്? അത് ഈ മോഷണത്തിന് പിന്നിൽ പ്രൊഫഷണൽ മോഷ്ടാക്കളാണ് എന്നാണ് പോലീസിന് സംശയമുള്ളത്, പ്രാഥമിക നിഗമനമുള്ളത്. എന്തായാലും ഈ കട, ഈ വ്യാപാര സ്ഥാപനം നിരവധി ദിവസങ്ങളിൽ വാച്ച് ചെയ്ത ശേഷമാണ് ഈ മോഷണം നടത്തിയിരിക്കുന്നതെന്ന് പോലീസിന് ബോധ്യമായി. ഇന്നലെ പുലർച്ചെ 1 മണിക്കും 1:55 ഇടയ്ക്കാണ് ഈ മോഷണം അവിടെ നടന്നിരിക്കുന്നത്. പുറകുവശത്തെ വാതിൽ കുത്തിത്തുറന്ന ശേഷം അകത്ത് കിടന്ന മോഷ്ടാക്കൾ കൃത്യമായി ലോക്കർ ഇരുന്ന മുറിയിലേക്ക് കടക്കുക. അതായത് ലോക്കർ ഇരുന്ന മുറി അവർക്ക് കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞു. അവിടെ കയറി ലോക്കർ കുത്തിപ്പൊളിക്കുന്നു. ഇതിനുശേഷം ലോക്കറിൽ ഉണ്ടായിരുന്ന 20 ലക്ഷം രൂപ എടുക്കുന്നു. അതിനുശേഷമാണ് 3 ലക്ഷം രൂപ, കൗണ്ടറിൽ ഉണ്ടായിരുന്ന 3 ലക്ഷം രൂപ കവർന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കടയുടമയുടെ മൊഴി പോലീസ് എടുക്കുകയാണ്. CCTV ദൃശ്യങ്ങളിൽ ഇവർ മുഖംമൂടി ധരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവരുടെ ശരീര ഭാഷ അറിയാതിരിക്കാൻ വേണ്ടി ഒരു വസ്ത്രം ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആളാരാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ, അല്ലെ ഏത് തരത്തിലുള്ള മോഷ്ടാക്കളാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പോലീസിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. എന്തായാലും സമാനമായി മോഷണം നടന്ന മറ്റ് ജില്ലകളിൽ ഇത്തരത്തിൽ മോഷണം നടന്നിട്ടുണ്ടോ, ആ മോഷണങ്ങളുടെ വിവരങ്ങളോട് കൂടി പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. ശരി ഷമീർ.